കുറേ ഉറുമ്പുകൾ ചേർന്ന് ഒരു കൂട് കൂട്ടി. ബന്ധുക്കളും മിത്രങ്ങളും അങ്ങനെ കൂട്ടമായിട്ട് അത് അതിൻ്റേതായ ലോകം സൃഷ്ടിച്ച് രസിച്ച് അങ്ങനെ ഒരു വനത്തിൻ്റെ അകത്ത് ഒരു നാൾ അതിലേ നടന്നുപോയ ഒരു ആനക്കുട്ടി ഈ ഉറുമ്പിൻ കൂട് കണ്ടപ്പോൾ അതിനൊരു രസം, ഒരു കൗതുകം. അപ്പോൾ തൊട്ടടുത്ത ഒരു മരത്തിൽ നിന്ന് ഒരു കൊമ്പ് ഒടിച്ചെടുത്ത്, മരക്കൊമ്പ് അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട്, എന്നിട്ട് എന്ത് ചെയ്ത് ഈ ഉറുമ്പിൻ കൂട് തകർത്ത്. അപ്പോൾ ഈ ഉറുമ്പെല്ലാം കൂടി ചിന്ന ഭിന്നമായി ആകെ നാശമായി, പേടിച്ച് പരിഭ്രാന്തിയിലായി. ഈ ഉറുമ്പിൻ കൂട്ടത്തിലെ മുതിർന്ന ഒരുത്തൻ ആനക്കുട്ടിയോട് പറഞ്ഞു, നീ ചെയ്ത് ശരിയായില്ല, നിനക്ക് വലിയ വലിപ്പവും ശരീരവും ആരോഗ്യവും, നീ ആ കുടുംബത്തിലെ വലിയ അംഗം ആണ്, നീ വലുതാണ്, ഞങ്ങൾ ഉറുമ്പ് ചെറുതാണ്, പക്ഷേ ഇങ്ങനെ അഹങ്കരിക്കാൻ പാടില്ലായിരുന്നു, ധിക്കരിക്കാൻ പാടില്ലായിരുന്നു, നീ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഉപദേശിച്ചു. അതിന് ഈ ആനക്കുട്ടി എന്ത് ചെയ്ത് മെല്ലെ നടന്ന് തൊട്ടടുത്ത് പുഴയിൽ ചെന്നിട്ട് തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് കൂടുതൽ ഉപദ്രവം ചെയ്തു ഈ ഉറുമ്പുകൾ. ഈ കൂട്ടത്തിലുണ്ടായിരുന്നൊരു കുഞ്ഞൻ ഉറുമ്പ് ആനയുടെ കാലിലൂടെ മെല്ലെ കയറി, എന്നിട്ട് ഈ ആനക്കുട്ടിയുടെ മലദ്വാരത്തിൻ്റെ അകത്തങ്ങോട്ട് കയറി കടിയങ്ങ് തുടങ്ങി. ആനക്കുട്ടി അങ്ങോട്ട് നിലവിളിച്ച് തറയിൽ കിടന്ന് ഉരുണ്ട് ബഹളം വെച്ച് ഉറുമ്പിൻ കുഞ്ഞ് ആനക്കുട്ടിയുടെ ചന്തിക്കകത്തിരുന്ന് അങ്ങോട്ട് കടിയോട് കടി പണി അങ്ങ് കൊടുത്ത്. അപ്പം അതുകൊണ്ടേ ആനയുടെ വലിപ്പം ഉറുമ്പിൻ്റെ ചെറിയ വലിപ്പം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉറുമ്പിന് എന്ന് കരുതാൻ പാടില്ല. ആന വലുതൊക്കെ തന്നെയാണ്, വലിയ സംഭവം തന്നെ, ആരോഗ്യമൊക്കെ ഉണ്ട്, വലുതാണ്, വലിയ സൈസാണ്. പക്ഷേ ഉറുമ്പ് ഇത്ര ആണെങ്കിൽ പോലും തന്ത്രപൂർവം അതിന് കൈകാര്യം ചെയ്യാൻ കഴിവുണ്ട്, സാധിക്കും. ചെറുതാണെന്ന് കരുതി നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല ആരെയും, ഒന്നിനെയും ഒരിക്കലും. ഇതാണ് നമ്മൾ കൊച്ചു പ്രായം മുതലേ ഇന്നേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഗുണപാഠം. വലിപ്പച്ചെറുപ്പം കൊണ്ട് കാര്യമില്ല, നിറം സൗന്ദര്യം കൊണ്ടൊന്നും കാര്യമില്ല, ഇതൊന്നും നിരന്തരത ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് കുഞ്ഞു കുട്ടികളെ, മനുഷ്യക്കുട്ടികളെ ഈ കഥ പറഞ്ഞ് പഠിപ്പിക്കണം. അതുകൊണ്ട് അഹങ്കരിക്കാനോ ധിക്കരിക്കാനോ പാടില്ല. ഇല്ലെങ്കിൽ ഉറുമ്പ് എവിടെ കയറി കടിക്കുവേ, സൂക്ഷിച്ചോളണം. അഹങ്കരിക്കരുത്. വലിയ സൈസ് ഉണ്ടെന്ന് കരുതി, ഇത്തിരി പോലത്തെ ഒരാളാണെന്ന് കരുതി വില കൽപ്പിക്കാതിരിക്കരുത്. മറിച്ചും തിരിച്ചും വലിപ്പം ചെറുപ്പം കൊണ്ടല്ല മനുഷ്യന് വില കൽപ്പിക്കേണ്ടത് എന്ന ഗുണപാഠം മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഉറുമ്പ് എവിടെ കയറി കടിക്കുമെന്ന് എപ്പോഴും ഓർക്കുക.